ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് അലമാര ഒതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നപ്പം ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു കുർത്ത സെറ്റ് കിട്ടി കേട്ടോ. അപ്പം ഇത് മുന്നേ ഞാൻ ഇതിനും കൂടുതൽ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കയറാണ്ട് പുതിയൊരു സെറ്റാണ് കേട്ടോ. ഞാനിത് ഹോൾ വീഡിയോയിൽ ജസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ എനിക്ക് ഇടാനേ പറ്റാണ്ട് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഇട്ട് നോക്കിയപ്പോൾ അതെനിക്ക് പാകമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, അയൺ ചെയ്തിട്ടുണ്ടല്ലേ അത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇത് ചുരുണ്ട് പോവും. ആ രീതിയിലാണ്, വേറെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുള്ള മുടിയല്ല. അപ്പം ഫേസിൽ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ വന്നിരുന്നിരുന്നത്. അപ്പം ആദ്യം തന്നെ കണ്ണിൻ്റെ ചുവട്ടിലുള്ള ഡാർക്ക്നെസ് കളയാനായിട്ട് ഒരു കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കുറച്ചുകൂടെ ഒരു കവറേജ് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് എന്താ പറയുക മിക്സ് ചെയ്ത് എനിക്ക് പറയാൻ കിട്ടുന്നില്ലല്ലോ. അപ്പം പിന്നെ അത് നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കവറേജ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കൺസീലർ ഇടാൻ എൻ്റെ കണ്ണിലെ ഡാർക്ക്നെസ് കളയാനായിട്ട് ഇഷ്ടമാണെങ്കിലും പക്ഷെ എനിക്ക് തോന്നും എൻ്റെ കുട്ടിത്തം പോകുന്നു കേട്ടോ. അതായത് നമ്മുടെ ഫേസിലൊരു ഒരു കുട്ടിത്തം ഉണ്ടാവില്ലേ എല്ലാവർക്കും. അപ്പം ഞാൻ കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഫേസിലെ കുട്ടിത്തം പോയ പോലെ എനിക്ക് തോന്നും കേട്ടോ. ഇപ്പം നിങ്ങളിപ്പം ഇനി ഞാൻ അത് പറഞ്ഞതിനെ കളിയാക്കരുതേ. നമുക്ക് തോന്നുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ അത് വെച്ച് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഡാർക്ക്നെസ് എല്ലാവർക്കും അതൊന്നും മറയ്ക്കാനായിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് മറച്ചു അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഒരു പിങ്ക് കളറുള്ള ഒരു കുർത്ത സെറ്റ് ഞാൻ പറഞ്ഞതുപോലെ അതായതുകൊണ്ട് ഞാൻ ഇത്തിരി ബ്ലഷ് ഇട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ബ്ലഷ് ഇടാനായിട്ട് പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നേ ഞാൻ ഇപ്പം ബ്ലഷ് എടുക്കുമ്പോഴും കുറേ അധികം എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതൊട്ടും സ്യൂട്ട് ആവാത്ത പോലെ തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഇട്ടതും ബ്ലഷ് ഇട്ടതൊക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ ഞാനൊരു തമാശ പറയട്ടെ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂഡ് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഡള്ളാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ മേക്കപ്പൊക്കെ നമ്മൾ ചെയ്യുമെന്ന് അറിയില്ല. അതേപോലെ തന്നെ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് ഇട്ട പലതരം കമൻറ്റുകൾ ആണല്ലോ. നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ പലതരം മിക്സഡ് കമൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ വന്നൊരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. എന്താ പറയുക, എനിക്ക് ദേഷ്യം എന്നല്ല, ഞാൻ ഭയങ്കര സന്തോഷം വന്നു. സന്തോഷം അല്ല ചിരി വന്നു കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് ഇപ്പം എന്താ പറയുക, കുറേ പേർക്ക് അറിയാമല്ലോ അപ്പം എൻ്റെ കാര്യമൊക്കെ. അപ്പം അതുകൊണ്ട് പലർക്കും ഉള്ളിലുള്ള ഒരു സങ്കടമാണ് ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ. അപ്പം അതുകൊണ്ട് എനിക്ക് കല്യാണാലോചനകൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ പഴയ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ എനിക്ക് വേണ്ടി തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്താ പറയുക ചിരിയാണ് വരുന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചേഞ്ച് കാണുന്നില്ലേ. പണ്ടത്തേന്നും എനിക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടില്ലേ. അതെൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം കൊണ്ട് വന്നിട്ടുള്ള ചേഞ്ചാണ്. ശരിക്കും ഞാൻ ഒരു കൂട്ടിലിട്ട കിളി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് മാറി കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെ എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എത്ര ഹാപ്പി ആയിട്ടാണ് ഇപ്പം ഇരിക്കണേ. ഇത്രയും സന്തോഷത്തോടു കൂടി നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് ആരോടും ഒന്നും ചോദിക്കാതെ ഒക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഒന്നും ഇടല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്കിനി ഒരു പാർട്ട്ണറായിട്ട് ഒത്തുപോകാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കല്യാണാലോചനയായിട്ടൊന്നും കമൻറ്റ് ബോക്സിൽ വരരുത് കേട്ടോ. അപ്പം ഞാനിതേ ഒരു കുഞ്ഞി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്തത്. ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ലുക്കുകൾ എനിക്ക് നന്നായിട്ട് പേഴ്സണലി ചേരും തോന്നിയിട്ടുണ്ട് ഇല്ലേ. ഒരുപാട് മേക്കപ്പ് ചെയ്യണേക്കാട്ടിലും നല്ല ഭംഗി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെങ്കിൽ പറയൂ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും കാണാം. ടാറ്റാ.